here. I wish you a happy day. Thank you, Indra Didi. You are the best. ഇന്നത്തെ സ്റ്റാർ ഞങ്ങളുടെ ഷോനയാണ്. ഇന്ന് ഞങ്ങളുടെ ഷോനയുടെ 6th ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ചേട്ടനും സംഖ്യയും കൂടെ ഷോനയ്ക്ക് വേണ്ടി ഒരു ഡേക്കേഷൻ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിസോർട്ടിൽ, ആലുവയിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകാൻ വേണ്ടി രാവിലെ റെഡി ആകുമായിരുന്നു. ഡേക്കേഷന് പോകാൻ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മെയിനായിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയാണ്. അവർക്കതാണ് ഏറ്റവും മെയിനായിട്ട് ഡേക്കേഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് കുറച്ച് എൻജോയ് ചെയ്യാം, അവർക്കൊരു ഔട്ടിങ് പോലെ, അതുപോലെ ഫാമിലി ടൈം പോലെ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു റിസോർട്ടിലായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം റിസോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഞങ്ങൾ. Shwanandi, where is the Shwan? Hey, look there. Hey, fan tree. Oh wow, 4 is there. Shwanandi inside the pond. 1, 2, 3. Fan, ducks are there. Hi. Wow, അടുത്തൊന്ന് നോക്കിക്കോമേ. Hi. Get to mommy. That sand looks like really strong. വൺസ് അപ്പോൺ ദ റിവർ എന്നായിരുന്നു ആ റിസോർട്ടിൻ്റെ പേര്. ആലുവയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ റിവറിനോട് ചേർന്നാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ആ റിസോർട്ടിന് അങ്ങനൊരു നെയിം കൊടുത്തത്, വൺസ് അപ്പോൺ ദ റിവർ എന്ന് കൊടുത്തത്. നല്ല ഒരു പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. വളരെ കാമായിട്ട്, വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. ഒരു പീസ്ഫുൾ ഗേറ്റ് വേ ഫ്രം എ സിറ്റി ലൈഫ് എന്ന് നമുക്ക് പറയാം. കാരണം സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനായിട്ട് ഈ റിസോർട്ടിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. റൂംസൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നല്ല സ്പേഷ്യസ് ആയിരുന്നു.
ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ക്യാരംസും ചെസ്സ്, ലൂഡോ, ഡാർട്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഗെയിംസ് ഇഷ്ടമുള്ളവർക്ക് പഴയ തറവാട്ടിലൊക്കെ വന്ന് വെക്കേഷനൊക്കെ വരുന്ന ഒരു ഫീൽ ഗുഡ് ഒരു റിസോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം നമുക്കിതിനെ. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എല്ലാം അവർ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. കേക്ക് Happy birthday to you. Happy birthday, Shona. Happy birthday to you. God bless you. Happy birthday, Shona. Bless you. Happy birthday, happy birthday, happy birthday, Shona. Give it to Papa, Shona. बस Give him. Chiku ne koduthu Shona. Fantastic chocolate. Is it? Oh wow. Sika, eat the whole piece. അച്ഛനെ കൊടുക്ക. Mom, yum. എല്ലാവർക്കും ഒന്ന് ഫോട്ടോ എടുക്കാം. അവിടെ നടന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കാണുമായിരുന്നു ഫുൾ റിസോർട്ട്. പക്ഷേ മെയിനായിട്ട് പിള്ളേർ വന്നത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ്. അവർക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ അവർക്ക് ഏറ്റവും മെയിനായിട്ടുള്ളത് പൂൾ ആണ്. പൂൾ പാർട്ടി ചെയ്യണമെന്നായിരുന്നു ഏറ്റവും ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം പൂളിൽ കിടത്തുവാണെങ്കിൽ അതായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടം. നമ്മളതുകൊണ്ട് ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങ് ഇറക്കാമെന്ന് ഓർത്തു. ഇറങ്ങിയാൽ പിന്നെ അവരെന്തായാലും തിരിച്ച് വിളിച്ചാൽ വരാൻ മടിയായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യമേ കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പൂളിലേക്ക് ഇറങ്ങി. കുറേ നേരം പൂളിലായിരുന്നു. പിന്നെ പൂളിനകത്ത് ആർക്കും താല്പര്യമില്ലായിരുന്നു. എനിക്കും
നിന്നൊക്കെ ഒരു വിധത്തിൽ കുട്ടികളെയൊക്കെ പിടിച്ച് കയറ്റി ഫ്രഷായിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ലഞ്ച് കഴിക്കാൻ സൂപ്പ് ഉണ്ടായിരുന്നു, ചിക്കൻ വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സായിട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു, റൊട്ടി പോലെ. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആയവർക്ക് അവിയൽ, തോരൻ, അങ്ങനെ നോർമൽ റൈസ് ഉണ്ടായിരുന്നു. പിന്നെ വെജ് പുലാവ് ഉണ്ടായിരുന്നു. എല്ലാം ഫുഡൊക്കെ നന്നായിരുന്നു. നമ്മൾ അവിടുന്ന് കഴിച്ചു. ലഞ്ചൊക്കെ നന്നായിരുന്നു. പിന്നെ നമുക്ക് ഈവനിങ് ടീ അല്ലെങ്കിൽ കോഫി, സ്നാക്സും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്തു. കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ആക്ടിവിറ്റി രീതിയിൽ നോക്കാൻ നമ്മൾ പിന്നെ ഫിഷിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു, ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി. You'll feel something heavy. Don't move. If you keep on moving, nothing will come. Yes, fish will not come forward. You're standing here, okay? If when you collect 3, then you to start from 14, okay? ഈവനിങ് ആയത് നമ്മൾ അറിഞ്ഞില്ല. അപ്പം 5 ആയപ്പോൾ നമുക്ക് ചെക്കൗട്ടിന് ടൈം ആയിരുന്നു. അപ്പം നമ്മൾ എല്ലാവരെയും വിളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. എല്ലാവരും എന്തായാലും എൻജോയ് ചെയ്തു. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്തു. അത് ഞങ്ങൾ തിരിച്ച് പിന്നെ കോട്ടയം വീട്ടിലേക്ക് പോയി.